ഡെലിവറി ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ എടുക്കണമെന്ന ടെൻഷനിലാണോ നിങ്ങൾ? ഒരു ചെറിയ വസ്തു പോലും മറന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. ഇന്ന് ഈ വീഡിയോയിൽ ഹോസ്പിറ്റൽ ബാഗ് എങ്ങനെ തയ്യാറാക്കാം, ഡെലിവറി ഡേയിൽ എന്തൊക്കെ സംഭവിക്കും എല്ലാം പ്രാക്ടിക്കലായി പറയാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഹോസ്പിറ്റൽ ബാഗ് എപ്പോഴാണ് തയ്യാറാക്കേണ്ടത്? ഗർഭകാലത്തിൻ്റെ 34 മുതൽ 36 ആഴ്ചക്കുള്ളിൽ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായത്. കാരണം ലേബർ പെയിൻ ഏത് സമയത്തും തുടങ്ങാം. ബാഗ് എല്ലായ്പ്പോഴും റെഡിയാക്കി വെക്കുക. അമ്മയ്ക്കുള്ള ഹോസ്പിറ്റൽ ബാഗ് ഐറ്റംസ്. ആദ്യം തന്നെ അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. ANC കാർഡ്, OP കാർഡ്, സ്കാൻ റിപ്പോർട്ട്, ബ്ലഡ് റിപ്പോർട്ട്, IT പ്രൂഫ്സ്, ഇൻഷുറൻസ് കാർഡ് ഇതൊക്കെ വാട്ടർ പ്രൂഫ് കവറിൽ ഇട്ട് വെക്കുക. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഫീഡിംഗ് ഗൗൺസ് 2-3 എണ്ണം എടുത്തു വെക്കുക. കോട്ടൺ ഷോൾ, ദുപ്പട്ട 2 എണ്ണം വെക്കുക. ഇന്നർ വെയർസ്, മെറ്റർണിറ്റി പാഡ്, സ്ലിപ്പേഴ്സ്. പിന്നെ ടോയ്ലറ്ററി ഐറ്റംസ് ആയ ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, സോപ്പ്, ടവൽ, ഹെയർ ഓയിൽ, ലിപ് ബാം ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. എല്ലാം സെപ്പറേറ്റ് ബാഗിൽ തന്നെ വെക്കുക. ഇനി കുഞ്ഞിൻ്റെ ബാഗ് ഐറ്റംസിൽ എന്തൊക്കെ വെക്കാമെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ഐറ്റംസ് വേറെ ബാഗിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബേബി ഡ്രസ്സസ് 3-4 എണ്ണം, ക്യാപ്പ്, മിറ്റൻ സോക്സ്, സോഫ്റ്റ് ബ്ലാങ്കറ്റ്, ഡയപ്പേഴ്സ്, ക്ലോത്ത് നാപ്കിൻസ്, ബേബി വൈപ്സ്, മൈൽഡ് ബേബി സോപ്പ് ഇതൊക്കെയാണ് ബേബിയുടെ ബാഗിൽ വെക്കേണ്ടത്. ഇനി ആരാണ് ഹോസ്പിറ്റലിൽ കൂടി നിൽക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാഗും റെഡിയാക്കുക. ഡ്രസ്സ്, സ്ലിപ്പേഴ്സ്, ഫോൺ ചാർജ്, ക്യാഷ് UPI റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഡെലിവറി ഡേയിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ലേബർ പെയിൻ തുടങ്ങുമ്പോൾ പാനിക് ആകരുത്. സ്ട്രെസ് ഫ്രീ ആയി ഇരിക്കുക. ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടൻ തന്നെ ഡോക്ടർ BP ചെക്ക് ചെയ്യും. ബേബിയുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യും. PV ചെയ്യും. പെയിൻ ശക്തമായാൽ ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ഇത് പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. ഡോക്ടറുടെ അഡ്വൈസ് ഫോളോ ചെയ്യുക. ഡെലിവറിക്ക് ശേഷം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ബേബിയെ ചെക്ക് ചെയ്യും. ബേബിനെയും അമ്മയെയും സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ചെയ്യിക്കും. ഫസ്റ്റ് ഫീഡിങ്ങിനായി ഡോക്ടർ ആവശ്യപ്പെടും. അമ്മയുടെ BPയും ബ്ലീഡിംഗ് മോണിറ്റർ ചെയ്യിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നൈൽ പോളിഷ് ഒഴിവാക്കുക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ജ്വല്ലറി പോലത്തെ ഐറ്റംസുകൾ കൊണ്ടുപോകരുത്. ഫോണിൽ ഇമ്പോർട്ടൻറ്റ് കോൺടാക്ട് സേവ് ചെയ്ത് വെക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഹോസ്പിറ്റലിൽ പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രഗ്നൻറ്റ് മോംസിന് ഷെയർ ചെയ്യുക. ഇത്തരം പ്രാക്ടിക്കൽ പ്രഗ്നൻസി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.